തെറ്റിച്ചില്ല. എല്ലാ വിമർശനങ്ങൾക്കും പരാതികൾക്കുമിടയിൽ ഈ വർഷവും മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി. മലബാറിലെ 6 ജില്ലകളിലായി 10ാം ക്ലാസ് വിജയിച്ച 41,000 വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി നൽകിയ അധിക ബാച്ചും അധിക സീറ്റും പരിഗണിച്ചതിന് ശേഷമാണ് ഈ കുറവ്. അതേസമയം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ SSLC പരീക്ഷ വിജയിച്ചവരുടെ എണ്ണം 79,730 ആണ്. അലോട്ട്മെന്റിന് പരിഗണിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ സീറ്റുകളുടെ എണ്ണം 59,690 ആണ്. അതായത് മലപ്പുറത്തും മാത്രം 2040 സീറ്റുകളുടെ കുറവുണ്ട്. പാലക്കാട് 7,979 സീറ്റുകളുടെയും കോഴിക്കോട് 5,321 സീറ്റുകളുടെയും കാസർഗോഡ് 4,068 സീറ്റുകളുടെയും കുറവുണ്ട്. മലബാറിലാകെ 41,230 സീറ്റുകളുടെ കുറവ്. CBSE ഫലം കൂടി പുറത്തു വരുന്നതോടെ സീറ്റ് പ്രതിസന്ധി വർദ്ധിക്കും. മികച്ച ഗ്രേഡ് നേടിയവർക്ക് പോലും ഇഷ്ടപ്പെട്ട വിഷയത്തിന് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മലബാറിലുള്ളത്. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടപ്പെട്ട സ്കൂളിലോ ഇഷ്ടപ്പെട്ട കോഴ്സോ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥ 2023 നാം കണ്ടതാണ്. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ 2,809 സീറ്റുകളും ആലപ്പുഴയിൽ 961 സീറ്റുകളും കോട്ടയത്ത് 87 സീറ്റുകളും അധികമാണ്. അൺഎയ്ഡഡ് സീറ്റുകൾ പരിഗണിക്കാതെയുള്ള കണക്കാണിത്. അതായത് ഈ വർഷവും മലബാർ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് +1 സീറ്റുകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വരുമെന്ന് ചുരുക്കം. അല്ലെങ്കിൽ പണം കൊടുത്ത് പഠിക്കേണ്ട അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വരും. തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് ഈ അവഗണന അനുഭവിക്കുന്നത്. വർഷങ്ങളായി +1 സീറ്റിനായുള്ള പ്രക്ഷോഭങ്ങൾ വിവിധ സംഘടനകളും വിദ്യാർത്ഥി കൂട്ടായ്മകളും മലബാറിൽ നടത്തുന്നുണ്ട്. പരിഹാരം എന്നൊരു വാമൊഴിയല്ലാതെ ഇതുവരെ പരിഹാരം വന്നിട്ടില്ല. +1 സീറ്റ് നീതി നിഷേധത്തിനെതിരെ SKSSF ഇത്തവണയും പ്രക്ഷോഭം പ്രഖ്യാപിച്ചിട്ടുണ്ട്. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപനം വന്നിട്ടും തുടർ പഠനത്തിന് ആവശ്യമായ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കുന്നതിൽ മലബാർ ജില്ലകളോട് സർക്കാർ കാണിക്കുന്ന വിവേചനത്തിനെതിരെ പ്രഥമഘട്ടമായി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 10 വെള്ളിയാഴ്ച മലപ്പുറത്ത് നൈറ്റ് മാർച്ച് നടത്താനാണ് തീരുമാനം. സീറ്റ് ക്ഷാമം പഠിച്ച വി കാർത്തികേയൻ കമ്മിറ്റി മലബാറിൽ 150 ഹയർ സെക്കൻഡറി അധിക ബാച്ചുകൾ വേണമെന്നാണ് കഴിഞ്ഞ വർഷം തന്നെ സർക്കാരിന് നൽകിയ ശുപാർശ. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ കുട്ടികൾ തീരെ കുറഞ്ഞ ബാച്ചുകൾ ഇവിടേക്ക് മാറ്റണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്കൂളുകളിൽ സൗകര്യമൊരുക്കുന്നത് അടക്കമുള്ള പ്രതിസന്ധികൾ കാരണം ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയെന്നത് എളുപ്പമല്ലെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം.